നയൻതാര ഒട്ടും ഫ്രണ്ട്ലി അല്ല എന്നും നയൻതാരയുടെ വാശികളെക്കുറിച്ചും കടുംപിടുത്തങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ നയൻതാരയ്ക്ക് മറ്റ് നടിമാരുമായുള്ള സൗഹൃദം പലപ്പോഴും ചർച്ചയാകാറുമില്ല. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ച് നടി തപ്സി പന്നു മുൻപ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ആരംഭം എന്ന സിനിമയിൽ തപ്സി പന്നുവും നയൻതാരയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിനിടെ തങ്ങൾ നല്ല സൗഹൃദത്തിലായെന്നാണ് തപ്സി പന്നു അന്ന് പറയുന്നത്. നടൻ ആര്യയ്ക്കൊപ്പം പങ്കെടുത്ത ഒരു അഭിമുഖത്തിലാണ് തപ്സി പന്നു നയൻതാരയെക്കുറിച്ചും ഇരുവർക്കുമിടയിലെ സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്. രണ്ട് നായികമാർ ഒരു സിനിമയിൽ വരുമ്പോൾ ആളുകൾ കരുതുന്നത് അവർ തമ്മിൽ വഴക്കുണ്ടാകുമെന്നാണെന്നും എന്നാൽ താൻ നയൻതാരയുമായി സൗഹൃദത്തിലായപ്പോൾ ആര്യയ്ക്ക് അസൂയ തോന്നിയെന്നും തപ്സി പന്നു പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആര്യ ചിന്തിച്ചുവെന്നും തപ്സിയും നയൻതാരയും തമ്മിൽ വഴക്കുണ്ടാകാൻ ആര്യ ശ്രമിച്ചിട്ടുണ്ടെന്നും പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് തമാശ രൂപേണ തപ്സി പന്നു പറയുന്നത്. സിനിമ കഴിഞ്ഞാൽ ചുരുക്കം ആളുകളുമായി താൻ ബന്ധം നിലനിർത്താറുള്ളൂ എന്നും അതിലൊരാൾ നയൻതാരയാണെന്നും തപ്സി പന്നു വ്യക്തമാക്കുന്നുണ്ട്. നയൻതാര തനിക്കൊരു വസ്ത്രം സമ്മാനമായി നൽകിയിട്ടുണ്ടെന്നും ഈ അഭിമുഖത്തിൽ തപ്സി പന്നു വെളിപ്പെടുത്തുന്നു. തെന്നിന്ത്യൻ താരസുന്ദരിയായി നയൻതാരയ്ക്ക് ഇന്ന് സിനിമാ ലോകത്ത് ബഹുമാന്യ സ്ഥാനമാണ് ഉള്ളതെങ്കിലും വിമർശനങ്ങളും ഏറെയാണ് ഉണ്ടാകുന്നത്. 2 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ നയൻതാര ഒരുപോലെ കണ്ടിട്ടുണ്ട്. സിനിമാ രംഗത്ത് ഇത്രയും വർഷങ്ങളായെങ്കിലും നയൻതാരയ്ക്ക് അടുത്ത സുഹൃത്തുക്കളും കുറവാണ്. സിനിമ കഴിഞ്ഞാൽ പിന്നെ തന്റെ സ്വകാര്യ ജീവിതത്തിന് തന്നെയാണ് നയൻതാര എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. പലപ്പോഴും മറ്റ് നായിക നടിമാരുമായി ചില അസ്വാരസ്യങ്ങളും നയൻതാരയ്ക്കുണ്ടായിട്ടുണ്ട്. തൃഷയുമായി ഉണ്ടായ പിണക്കം ഇതിനൊരു ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായത്. തൃഷ തന്നെ നേരിട്ട് വന്ന് സംസാരിച്ച് നയൻതാരയുമായുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുകയും ചെയ്തു. മറ്റു നടിമാർ തന്നെ വിമർശിച്ചാലും നയൻതാരയ്ക്ക് അത് ഇഷ്ടപ്പെടാറില്ല. ഒരിക്കൽ നടി മാളവിക മോഹനൻ നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത മേക്കപ്പിനെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെതിരെ നയൻതാര തന്നെ രംഗത്ത് വന്നു. മാളവിക സിനിമയിൽ കണ്ടുവരുന്ന രീതികളെയാണ് വിമർശിച്ചത്. എന്നാൽ നയൻതാര ഇത് തന്നെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലായാണ് എടുത്തതെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി. രാജാ റാണി എന്ന സിനിമയിലെ ഹോസ്പിറ്റൽ സീനെ മുൻനിർത്തിയായിരുന്നു മാളവിക അന്ന് വിമർശനം ഉന്നയിച്ചത്. അതിന് പിന്നാലെ മാളവികയുടെ വിമർശനത്തിന് മറുപടിയുമായി നയൻതാര തന്നെ എത്തി. മാളവികയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു അന്ന് നയൻതാര മാളവികയ്ക്ക് മറുപടി നൽകിയത്. നയൻതാരയുടെ ആ മറുപടിയും അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പിന്നീട് ക്രിസ്റ്റി എന്ന തന്റെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടാഗ്ലൈൻ നൽകുന്നതിനെയും മാളവിക വിമർശിച്ചിരുന്നു. അതിന്റെ ചുവട് പിടിച്ച മാളവികയ്ക്കെതിരെ നയൻതാര ആരാധകർ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. നയൻതാരയെ ആരാധകരും മറ്റും വിളിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ്. അതുകൊണ്ട് തന്നെ നയൻതാരയെ ലക്ഷ്യം വെച്ചാണ് മാളവിക തന്റെ പുതിയ പ്രസ്താവന ഇറക്കിയിരുന്നതെന്നാണ് നയൻതാര ആരാധകർ അന്ന് വാദിച്ചത്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പ്രയോഗം ജെൻഡർ ന്യൂട്രൽ അല്ല എന്നും നായകന്മാരെ സൂപ്പർ സ്റ്റാർ എന്ന് മാത്രമാണല്ലോ വിളിക്കുന്നതെന്നും പിന്നെ എന്തിനാണ് നടിമാരുടെ കൂടെ ലേഡി എന്ന് ചേർക്കുന്നതെന്നുമാണ് അഭിമുഖത്തിൽ മാളവിക അന്ന് ചോദിച്ചത്. ഇതാണ് നയൻതാരയുടെ ആരാധകരെ ദേഷ്യം പിടിപ്പിച്ചത്. എന്നാൽ തന്റെ അഭിപ്രായം സ്ത്രീ അഭിനേതാക്കളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദത്തെക്കുറിച്ചാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു താരത്തെക്കുറിച്ചല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാളവികയും രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.